സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സർക്കാർ നടത്തിയ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് പ്രാരംഭഘട്ട മത്സരം മികച്ച പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 6000-ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി 5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. നാടിനെക്കുറിച്ചുള്ള വിവരങ്ങളും വികസന നേട്ടങ്ങളും മനസ്സിലാക്കുന്നതിനുള്ള വേദി കൂടിയായി ക്വിസ് മത്സരം മാറി. ജെൻഡർ പാർക്കിന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനായി രൂപകൽപ്പന ചെയ്യപ്പെട്ട അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ടാക്സി സേവനം ആ ടാക്സി സേവനത്തിന്റെ പേരെഴുതുക. എന്റെ കേരളം പ്രത്യേക പതിപ്പിനെ അടിസ്ഥാനമാക്കി സംസ്ഥാനത്തിന്റെ ചരിത്രവും വികസനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു മത്സരത്തിനുണ്ടായിരുന്നത്. സംസ്ഥാനത്തെ 8 മുതൽ 12 വരെ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾക്കും സർവകലാശാല കോളേജ് വിദ്യാർത്ഥികൾക്കും പ്രത്യേകം മത്സരങ്ങളാണ് നടത്തിയത്. രാവിലെ 11-ന് ആരംഭിച്ച ക്വിസ് മത്സരത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെ 5000-ഓളം വിദ്യാലയങ്ങളിലും വിവിധ സർവകലാശാലകൾ, കോളേജുകൾ ഉൾപ്പെടെ 750-ഓളം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിന്നായി 5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്കൂൾ, കോളേജ് നോഡൽ ഓഫീസർമാർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന OTP ഉപയോഗിച്ച് ചോദ്യപേപ്പർ ഡൗൺലോഡ് ചെയ്താണ് മത്സരം നടത്തിയത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും വിജയികളായ 2 പേരുൾപ്പെടുന്ന 2 ടീമുകളെ അടുത്ത ഘട്ട മത്സരങ്ങൾക്കായി തെരഞ്ഞെടുത്തു. സ്കൂൾ തല മത്സരങ്ങളുടെ ഗ്രാൻഡ് ഫിനാലെ വിജയികൾക്ക് 1-ാം സമ്മാനമായി 5 ലക്ഷം രൂപയും 2-ാം സമ്മാനമായി 3 ലക്ഷം രൂപയും 3-ാം സമ്മാനമായി 2 ലക്ഷം രൂപയും ലഭിക്കും. കോളേജ് തല ഫൈനൽ മത്സര വിജയികൾക്ക് 1-ാം സമ്മാനമായി 3 ലക്ഷം രൂപയും 2-ാം സമ്മാനമായി 2 ലക്ഷം രൂപയും 3-ാം സമ്മാനമായി 1 ലക്ഷം രൂപയും സമ്മാനമായി നൽകും. മൊമെന്റോ, പ്രശസ്തിപത്രം എന്നിവയും വിജയികൾക്ക് ലഭിക്കും. സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിലൂടെ ഇരു വിഭാഗങ്ങളിലെയും അന്തിമ വിജയിയെ കണ്ടെത്തും. ഫെബ്രുവരി 3-ാം വാരത്തോടെയാണ് ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരത്തിന് സമാപനമാവുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.